വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പത്തിനോ പൂരിക്കോ ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഞാനിത് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്രാമ്പും 1 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി അതിൻ്റെ മണം വരുന്ന സമയത്ത് 2 ഉള്ളിയാണ്. അത് വലിയ ഉള്ളിയാണ് കേട്ടോ. മീഡിയം സൈസാണെങ്കിൽ 3 4 എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം ഒരു വീട്ടിലേക്ക് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് വലിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നല്ലവണ്ണം വഴറ്റി അത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ വഴന്ന് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം അതേപോലെ തന്നെ 2 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു അരപ്പുണ്ടാക്കണം. അതിന് ഞാൻ മിക്സിൻ്റെ ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 1 തുണ്ട് ഇഞ്ചി ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു 3 4 വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 5 6 കാഷ്യൂ നട്ട് ഇടുന്നുണ്ട്, അണ്ടിപ്പരിപ്പ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഇല്ല കേട്ടോ. കുറച്ച് തേങ്ങയുള്ളൂ. തേങ്ങ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഞാനൊരു പൊട്ടിട്ടെന്ന് മാത്രം. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത മസാലയിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല മിക്സ് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. വെള്ളം ഒന്ന് വറ്റി കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളിടുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് വഴറ്റരുത്. പിന്നെ ഞാൻ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പൊടികളൊന്നും മസാലയും കരിഞ്ഞു പോകാണ്ട് നല്ലപോലെ ഒന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് വരും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വറ്റുമ്പോഴേക്കും എണ്ണ തെളിയുകയും ചെയ്യും. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ്. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വറ്റിച്ചെടുത്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചാറ് എത്ര വേണം നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ കറിക്ക് പച്ചവെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം ഞാനൊരു 5 6 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നടുക കീറിയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനങ്ങനെ കീറണമൊന്നുമില്ല, ഞാനങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഉള്ളിലേക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച അരപ്പൊന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇട്ട് വെച്ച് അതിനെ ഒന്ന് അടച്ചും കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ആകുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ പച്ചമണം മാറി കിട്ടണം. അണ്ടിപ്പരിപ്പ് ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. ഞാൻ 5 മിനിറ്റ് വെച്ച് അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തുറക്കുന്നത്. അടിപൊളി മുട്ടക്കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെല്ലാം എന്നെ കൊണ്ട് ഓക്കെ. താങ്ക് യു.